ലോറി വരുമോ ഇനി? ലോറി വരുമോ? മോൻ ലോറി കയറിയോ? നമസ്കാരം. മനുഷ്യൻ ചില സമയത്ത് എത്രത്തോളം ക്രൂരനാവും എന്നുള്ളതല്ലേ നമുക്ക് ചില സമയത്ത് ചിന്തിക്കാൻ തന്നെ പറ്റില്ല. അതെല്ലാം ശാരീരികം മാനസികം മാത്രമായിട്ടില്ല. ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മാന്യമായ രീതിയിൽ പോലും നമുക്ക് പ്രതികരിക്കാൻ, ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോലും ഒരുപാട് കൺട്രോൾ ചെയ്ത് മാന്യമായ രീതിയിൽ പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് കണ്ടിട്ട് എനിക്ക് പച്ചത്തെറിയുടെ അങ്ങേയറ്റം പ്ലസ് അതിൻ്റെ കൂടെ സഹിക്കാൻ പറ്റാത്ത വിഷമവും ദേഷ്യം എന്തൊക്കെ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക അറിയില്ല. സീരിയസ്ലി ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ല. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് ഞാൻ ആ ഒരു പിക്ചർ ബ്ലർ ചെയ്ത് കാണിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ആ കുട്ടി ഇൻവോൾവാണ്. ആ കുട്ടി ആരാന്ന് മനസ്സിലായെന്ന് അറിയില്ല. ആ കുട്ടി അർജുൻ്റെ കുട്ടിയാണ് കേട്ടോ. ഈ നിമിഷം വരെയും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ നിമിഷം വരെ അർജുൻ എവിടെയാണെന്നുള്ളത് അറിയില്ല. പല ആൾക്കാരും അയാളുടെ മരണം കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ച സമയത്ത് ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ ഈശ്വരനിൽ വിശ്വസിക്കുന്നു, ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടാണ്. മിറാക്കിൾസൊക്കെ ഒരുപാട് ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. മിറാക്കിൾ സംഭവിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ അർജുനെ കിട്ടണേ, ജീവനോടെ കിട്ടണേ, മറിഞ്ഞു വരണേ എന്നൊരു പ്രാർത്ഥനയാണ് ഏത് നിമിഷമുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്തും നിങ്ങൾ ഈ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോ ഷോക്കിംഗ് ഒന്നും പറഞ്ഞാൽ പറ്റില്ല. കാര്യമായിട്ട് ഒരു ചാനലിൻ്റെ ഈ ഒരു എനിക്ക് അത്രയ്ക്ക് ആ സ്ത്രീനോട് അത്രയും ഇത് പിടിച്ച് ഈ ക്യാമറ പിടിച്ചെടുത്ത് അത് എടുത്തിട്ടുള്ള ആ ക്യാമറാമാൻ, ആ വീട്ടിലുണ്ടായിരുന്നവർ അടിച്ച് ചവിട്ടി ഇറക്കാൻ, അവർ നിസ്സഹായാവസ്ഥ കൊണ്ടായിരിക്കാം. ആ കുടുംബം പട്ടാളത്തിന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നല്ലോ. ആ വീട്ടുകാരുടെ നിസ്സഹായാവസ്ഥ കാരണം, ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അവരാലോചിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇതുപോലുള്ള വാണങ്ങളെ, ഇതുപോലുള്ള കോമരങ്ങളെ അവിടുന്ന് അടിച്ച് ചവിട്ടി ഇറക്കാത്തത്. ഈ ഒരു വീഡിയോ ഞാൻ ആ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യാം. അതായത് അർജുൻ്റെ മോൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു മാനുഷിക പരിഗണന എന്ന ഒരു വളരെ സിമ്പിളായിട്ടൊരു സംഭവം. ഐ ഫീൽ നമുക്ക് ഇറിറ്റേഷനല്ല, നമുക്ക് എങ്ങനെയാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? എവിടെ പോയതാ? പപ്പ ലോറി പോയോ? ലോറി വരുമോ ഇനി? ലോറി വരുമോ? മോൻ ലോറി കയറിയോ? പപ്പ ലോറി പോയി. ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? അയാളിതിൽ കയറുവോ? അയന് അപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ. മണ്ണ് പോരാൻ പറ്റുമോ? ലോറിയിൽ മണ്ണെടുക്കാൻ പറ്റുമോ? അയന് ഏതാടി നിന്നോട് സീരിയസ് ആയിട്ട് നീ ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവളെ ഏതാ? കുറച്ച് നേരം ഞാൻ എന്താ പറയുക, ഈ ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പോലും കിട്ടുന്നില്ല. ഞാൻ ആദ്യം ഈ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഈ ക്ലിപ്പ് പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് സീരിയസ്ലി ഒന്നും പറയാനില്ല. മനുഷ്യൻ ഇത്രയധികം തരം താഴരുത്. അയാൾ പിന്നെ ഇനിയിപ്പോൾ മരണം സ്ഥിരീകരിച്ച് അങ്ങനെ എന്തെങ്കിലും ആയാൽ തന്നെ എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല. ഇനി അങ്ങനത്തെ ഒരു സംഭവം അർജുൻ്റെ കേസിലല്ല കേട്ടോ, വേറെ ഏതെങ്കിലും കേസിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലും പോലും ആ ഒരു പിഞ്ചു കുഞ്ഞിനോട് സംസാരിച്ചിട്ട് അതിൻ്റെ പേരിലൊരു വീഡിയോ ഉണ്ടാക്കി പുറത്തു വിടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അധപ്പതിച്ചു എന്നല്ല ഞാൻ പറയാം. മനുഷ്യത്തില്ല എന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഈ ഒരു ചാനലിലെ കേസായിട്ട്? സീരിയസ്ലി അറിയില്ല, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാൻ കിട്ടുന്നില്ല. കാരണം വായിൽ വരുന്നത് കംപ്ലീറ്റ് പച്ചത്തറിയാണ്. അതിലൂടെ പറയാൻ കഴിയില്ലല്ലോ.